എല്ലാരും കൂടെ വീട്ടിൽ കെട്ടിയെഴുന്നള്ളി ഉത്സവം കാണാൻ പോവേണ്. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. 10 മണി എത്ര പറയാമെന്ന് 6 മണി തൊട്ട് പോവാൻ ഒരുങ്ങാണ്. ഇപ്പം മണി 9 ആവാറായി. പക്ഷെ അത്രയൊക്കെ വരുമ്പോ ഒത്തിരി ലേറ്റ് ആവും. അങ്ങനെ ഇന്ന് നമ്മള് ഉത്സവമൊക്കെ കണ്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരും. കാരണം രാത്രി 1 മണി 12 മണിക്ക് വീട്ടിൽ വന്നാൽ തിന്നാനൊന്നും കിട്ടൂല. അപ്പൊ നമുക്ക് ഉത്സവം കാണാൻ പോവാം. മുന്നോട്ട് പോവുകയാണ്. അങ്ങോട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ഇവിടെ ഗാനമേള ഉണ്ട് ഗൈസ്. ലൈറ്റൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി ഗണപതി. നമ്മൾ ഒന്നാമത്തെ ദിവസം നമ്മൾ വന്നായിരുന്നു. അന്ന് നമ്മൾ വീഡിയോ എടുത്തില്ല. രാത്രിയിലൊക്കെ പൈസ വേണം ഗൈസ്. ഉത്സവം ആഘോഷിക്കണമെങ്കിൽ 5000 രൂപ പലിശക്ക് എടുക്കേണ്ട അവസ്ഥയാണ്. എന്നാലേ ഒരു ഉത്സവം ആഘോഷിക്കാൻ പറ്റും. ഇപ്പൊ ഘോഷയാത്ര വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ടൊന്നും വരാനേ പറ്റില്ല. ഇപ്പൊ തന്നെ നല്ല തിരക്കുണ്ട്. അപ്പൊ നമ്മള് വണ്ടി അങ്ങോട്ട്, നമുക്കിനി വിതുര പോണം. തൊഴുതിട്ട് വേണം നമുക്ക് വിതുര പോവാൻ. പോയിട്ട് നമ്മൾ ഘോഷയാത്രയെ കണ്ടിട്ടേ തിരിച്ചു വരുള്ളൂ. അപ്പൊ വണ്ടി അങ്ങോട്ട് എവിടെയെങ്കിലും ഇടും. എന്താണ് അപ്പൊ ആ ഏരിയയിലോട്ട് എങ്ങോട്ടെങ്കിലും വണ്ടി ഇടണമെന്നാണ് നമ്മുടെ അതിയായ ആഗ്രഹം. അടിപൊളി കമ്മലുകൾ ഗൈസ്. ഒന്നിങ്ങോട്ട് വരേണ്ടി വരും. ഇവിടെയാണ് എൻട്രൻസ്. ചാരുവിന് മോതിരം വേണോ? ഇവിടെ എവിടാ? അമ്മു നിനക്ക് വാങ്ങിച്ചു തരൂല. നീ നോക്കണ്ട. എനിക്ക് ഞാൻ കൊച്ചിനാ നോക്കണം. എനിക്ക് ഞാൻ ഇങ്ങനെ നോക്കണം. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. എല്ലാം കൂടെ കണ്ട് ചാരുവിന്റെ റിലേ പോയി നിക്കാണ്.
അങ്ങനെ ഒരു മോതിരം മാറ്റം കഴിഞ്ഞ് 2 പേരിലും മോതിരം മാറ്റം. ഇത് നോക്ക്, റോസ് കളർ ലെഹങ്ക ഇട്ടിട്ട് തിടണം. റോസ് കളർ പിങ്ക് കളർ ലെഹങ്ക ഇട്ടിട്ട് തിടണം. ഇതാണ് മാമിക്ക് ചേരണം. കമ്മലെല്ലാം കൂടെ കണ്ട് പൊന്നൂന് കിളിയായി ഗായ്സ്. മൂന്ന് കിളി പോയി. കൊള്ളാല്ലേ, എത്ര നല്ല സ്ഥലം. ഇത് എത്ര രൂപ? 100? ഇതെല്ലാം 100? ഇത് 40, ഇതെല്ലാം 100. ഇത് വാങ്ങിക്കണേ, ഇത് മേടിക്കണേ, ഇത് മേടിക്കണേ. ഇത് എന്തെന്നറിയാമോ, ഏറ്റവും വലുത് അതാണ്. പക്ഷെ ഇത് കൊള്ളാടി, എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ 100 രൂപ. അതിന് ലാസ്റ്റ് അവൾ ആഹാരം കഴിച്ചിട്ട് വന്നിട്ട് പോവാ സമയമാകുമ്പോ കളിപ്പാട്ടം വാങ്ങിച്ചുകൊണ്ട് പോവും. ഇവളെ കാണാതാവുമല്ലോ. അമ്മു തനിയെ പോവേണ്. കുറച്ചേരം കഴിയുമ്പോ കാണാനില്ലെന്നും പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്യേണ്ടി വരും. ഇക്ബാൽ കോളേജിൽ നിന്ന് വന്ന അപ്സരയെ കാണാനില്ല. കണ്ടുകിട്ടും. സോറി, തെറ്റിപ്പോയി. ജയലക്ഷ്മി ചാരു ചെന്ന് ചെറവ് വിടർത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. നമ്മൾ പറ്റിച്ച് വീഡിയോ ആക്കി ന്യൂസ് ബട്ടർഫ്ലൈ കണ്ണൊക്കെ ചെറിഞ്ഞ് എടുക്കുകയാണ്. പൊറോട്ട കഴിക്കാൻ വേണ്ടിട്ട് കയറിയാണ്. ഇല്ല അത് കിട്ടിയില്ല. സോപ്പ് ഇട്ടിട്ടുണ്ട്. സോപ്പ് മാറ്റേണ്ട ഒരു അങ്ങനെ നമ്മൾ 50 രൂപ കൊടുത്ത് നമ്മൾ എത്ര രൂപയുടെ സോപ്പാണ്? 50 രൂപ കൊടുത്ത് 20 രൂപയുടെ സോപ്പ് നമുക്ക് സമ്മാനമായി നേടി. ഇതിന്റെ ടയർ പഞ്ചറായി കിടക്കാണ്. ഇതിന് ടയർ മാറിയിട്ട് ഈ വണ്ടി പോകുള്ളതാണ് ഇതിന്റെ ടെക്നീഷ്യൻ പറയുന്നത്. ആ ടെക്നീഷ്യൻ അവർ പോയി പറ. എന്റെ തലമുണ്ട് എടുത്ത് ഈ സാധനം പൊട്ടിച്ച് കളഞ്ഞു. സത്യം പറഞ്ഞ പറന്ന
അവര് പറഞ്ഞ ചാരു എന്തെല്ലാം വാങ്ങിച്ചത്? എനിക്ക് ബാർബി ഫോൺ, ഐഫോൺ. എനിക്ക് ഐഫോൺ അത് ആരാ വാങ്ങി തന്നത്? അച്ചാച്ചൻ. എന്തൊക്കെ വാങ്ങിച്ച? ഫോണ് വാങ്ങി, വാച്ച് വാങ്ങി, കണ്ണാടിയിൽ ഒരു ഗ്ലാസ് ഇളകി പോയി. കണ്ണാടി സമയം 12:30. പറ, കമന്റ് ചെയ്യാൻ പറ. കമന്റ് ചെയ്യണം. കാണാൻ കൊള്ളാൻ കമന്റ് ചെയ്യാൻ പറ. കമന്റ് ചെയ്യണം. ഇനിയും ഉണ്ടായിരിക്കണതാണ് വീഡിയോ. അത് മാത്രമല്ല, പുതിയ മോതിരം വാങ്ങിച്ചു. അത് അച്ഛനാണ് വാങ്ങിച്ചിരുന്നത്. ഫോൺ വാങ്ങിച്ചെന്റെ ഐഫോണാണ്. വീട്ടിൽ ഒരു ഫോണും കൂടെ എടുക്കുവാണ്. അത് അച്ഛൻ വാങ്ങിച്ചു. അതും അച്ഛൻ വാങ്ങിച്ചിരുന്നു. ഇത് അച്ഛൻ വാങ്ങിച്ചു. ഇതാണ് നമ്മുടെ കുടുംബത്തിലെ ഇത് മാറാല. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. അത്രയും അപ്പൊ നമ്മളെ ഫോണിൽ